പിന്നല്ല, സുപ്രീം കോടതി കടുത്ത ഒരു വിധി പ്രസ്താവന നടത്തിയിരിക്കുന്നു. ഒന്ന് കേൾക്കാം. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ സ്ഥാനപ്പെടുത്തില്ലേ, രാഹുൽ മാങ്കൂട്ടത്തിൽ കാലത്ത് ഇതിന് ഒരു സവിശേഷമായ പ്രത്യേകത കൂടിയുണ്ട്. വിവരത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. വിവാഹിതയായ സ്ത്രീക്ക് വിവാഹ വാഗ്ദാനം നൽകി ബലാത്സംഗം ചെയ്തു എന്നുള്ള കേസ് നൽകാനാകില്ല എന്ന് സുപ്രീം കോടതി. ജസ്റ്റിസ് ബി നാഗരത്ന, ഉജ്ജൽ ഭുയാൻ എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് ഈ സുപ്രധാനമായിട്ടുള്ള ഉത്തരവ്. യഥാർത്ഥ ബലാത്സംഗ കേസുകൾ തിരിച്ചറിയാൻ കോടതികൾ ജാഗ്രത പാലിക്കണമെന്നും സുപ്രീം കോടതി പറയുന്നു. ഇതാണ് ആ വാർത്തയുടെ രത്നച്ചുരുക്കം. അതായത് വിവാഹം കഴിച്ച് നിൽക്കുന്ന ഒരു സ്ത്രീയെ പിന്നീട് വിവാഹ വാഗ്ദാനം നൽകി ബലാത്കാരമായി പീഡിപ്പിച്ചു എന്ന് പറയുന്നത് എത്രത്തോളം പ്രസക്തമാണെന്ന് വെച്ചാൽ, ഒരു കോടീശ്വരനായ ഒരാൾ തന്റെ ദാരിദ്ര്യം മുതലെടുത്ത് ഒരാൾ തന്നെ പറ്റിച്ചു എന്ന് പറയുന്നത് പോലെയാണ് എന്ന തരത്തിലാണ് സുപ്രീം കോടതിയുടെ ഈ നിരീക്ഷണം. കാരണം ഒരാൾ വിവാഹം കഴിച്ച് ജീവിക്കുകയാണ്. ആ ജീവിക്കുന്ന ആളിനെ വീണ്ടും ഈ പറഞ്ഞതുപോലെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റാരോപിതനായിരിക്കുന്ന കേസിലൊക്കെയും അവർ വിവാഹിതരാണ്, ചിലർ രണ്ടുപേരും ഭർത്തൃമതികളാണ്. ആ സന്ദർഭത്തിലാണ് ഇങ്ങനൊരു സംഗതി വന്നിട്ടുള്ളത്. അതിലും കേസിൽ പറയുന്നത് വിവാഹ വാഗ്ദാനം നൽകി ബലാത്സംഗം ചെയ്തു പീഡിപ്പിച്ചു എന്നുള്ളതാണ്. കോടതി അതിൽ പറഞ്ഞിരിക്കുന്നത് സവിശേഷമായ ജാഗ്രത പുലർത്തണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെനിക്ക് തോന്നുന്നത് സുപ്രീം കോടതിയുടെ വളരെ യുക്തിപരമായ ഒരു വ്യാഖ്യാനമാണെന്നാണ് എൻ്റെ ഒരു തോന്നൽ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇത്തരം സന്ദർഭങ്ങളിൽ വിവാഹം കഴിച്ച ഒരു സ്ത്രീയെ പരിപൂർണമായും മാനസികമായും ശാരീരികമായും ഒക്കെ ഫിറ്റാകുമ്പോഴാണ് ഒരാളുടെ വിവാഹം നടക്കുന്നത്, വിവാഹപ്രായം അങ്ങനെ നിശ്ചയിച്ചിട്ടുള്ളത്. അങ്ങനെ വിവാഹപ്രായം എത്തി വിവാഹം കഴിച്ച് ജീവിക്കുന്ന, ചിലർക്ക് കുട്ടികളുള്ളത്, അല്ലെങ്കിൽ കുട്ടികളായവർ, അല്ലെങ്കിൽ ഗർഭിണിയായവർ എന്നൊക്കെ പറയുന്നവർ പോലും ഇത്തരം ബന്ധങ്ങളിൽ ഇടപെടുകയും ഈ ബന്ധങ്ങൾക്ക് ശേഷം കാശ് അയച്ചു കൊടുത്തു എന്ന് പറയുന്ന സംഗതികൾ അടക്കമുള്ളവ, എനിക്കറിയില്ല, അത്തരം കാർഡുകൾ പോസ്റ്റുകളായി വന്നതുകൊണ്ടാണ് പറയുന്നത്. അതിന്റെ ഡേറ്റുകൾ മായ്ച്ചു വെച്ച് പോസ്റ്റ് ചെയ്യുന്ന മാധ്യമപ്രവർത്തകർ അടക്കമുള്ളവർ നീതിയുടെ പക്ഷത്താണെന്ന് പറയുമ്പോൾ സുപ്രീം കോടതി ഇതൊരു അനീതിയാണ് എന്നാണ് പറയുന്നത്. തീർന്നില്ല, ബാക്കി കാര്യം കൂടി ഒന്ന് കേൾക്കാം. വലിയ നിർണായകമായിട്ടുള്ള ഒരു സുപ്രധാനമായിട്ടുള്ള നിരീക്ഷണമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഒരുപാട് കേസുകൾ ഇത്തരത്തിൽ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നുള്ള രീതിയിൽ വരുന്നുണ്ട്. അത് കോടതിയുടെ മുന്നിൽ എത്തുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ സുപ്രധാന നിരീക്ഷണം ഉണ്ടായിരിക്കുന്നത്. ഇത് ഏത് രീതിയിലാണ് വിലയിരുത്തേണ്ടത് ബാലു? വളരെ സുപ്രധാനമായ ഉത്തരവാണ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത്. ഈ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഭിഭാഷകനെതിരെ വനിതാ അഭിഭാഷക നൽകിയ കേസ് റദ്ദാക്കിക്കൊണ്ടാണ്, നൽകിയ ബലാത്സംഗ കേസ് റദ്ദാക്കിക്കൊണ്ടാണ് സുപ്രീം കോടതിയിൽ നിന്ന് സുപ്രധാനമായ ഈ ഉത്തരവ്. അതാണ്, വനിതാ അഭിഭാഷകയും ഒരു അഭിഭാഷകനും, പുരുഷ അഭിഭാഷകനും തമ്മിലുള്ള കേസിലാണ് ഈ ഒരു വിധി എന്ന് പറയുമ്പോൾ നിയമം അറിയാത്തവരല്ല, നിയമത്തിന്റെ പഴുത് വെച്ച് ഏറ്റവും ശക്തമായി ബാധിച്ച് കീഴ്ക്കോടതിയിൽ നിന്നൊക്കെ വിധി സമ്പാദിച്ചുകൊണ്ട് വന്ന കേസാണ് സുപ്രീം കോടതിയിൽ എത്തിയപ്പോൾ ഇതിനെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറയുന്ന ഒരു സംഗതിയിലേക്ക് ഇത് കടക്കാൻ പാടില്ല എന്ന തരത്തിൽ സുപ്രീം കോടതി കൃത്യമായ ഒരു നിരീക്ഷണം നടത്തിയിരിക്കുന്നത്. അതിജീവത എന്ന വാക്ക് പോലും ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ച് ട്രോളുകളായും ഒക്കെ പല ചർച്ചകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നടക്കുന്നുണ്ട്. അങ്ങനെ അതിജീവത എന്ന വാക്ക് ഉപയോഗിക്കാമോ? അതിനു പകരം ചിലർ പറയുന്നു സുഖജീവത എന്ന് പറയുന്ന പുതിയ വാക്ക് ഉപയോഗിച്ചാലോ എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ അഭിപ്രായ പ്രകടനങ്ങൾ. ഞാൻ പറഞ്ഞത്, ഈ ഒരു സന്ദർഭത്തിൽ ഇത്തരം ഒരു കാര്യത്തിനെ സംബന്ധിച്ച് സുപ്രീം കോടതി നടത്തിയിട്ടുള്ള ഈ പരാമർശം അല്ലെങ്കിൽ ഈ വിധി, അത് രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിനെ അടക്കമുള്ളവയെ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഏതായാലും കാത്തിരുന്ന് കാണാം ബാക്കി കാര്യങ്ങൾ.